ഹലോ മൈ ഡിയർ ഫേസ്ബുക്ക് ഫാമിലി. കുറേ നാളായി വീഡിയോസ് ചെയ്യുന്നില്ല, വീഡിയോസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഓട്ടം മാത്രമല്ല കേട്ടോ, ഞാനൊന്ന് വീട് മാറി. ഇപ്പം നിങ്ങൾക്ക് ഈ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളൂ, ഞങ്ങൾ വേറെ പുതിയൊരു റെൻറ്റഡ് ഹൗസിലോട്ട് മാറി. ഞങ്ങളുടെ ഫ്ലാറ്റ് ഞങ്ങൾ റെൻറ്റിന് കൊടുത്തിട്ട്, കാരണം എനിക്ക് ഈ ബിസിനസ്സൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി സൗകര്യമൊക്കെ വേണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ സ്റ്റോറിലെ 2 സാരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ സാരി ഇട്ടുകൊണ്ട് ഞങ്ങൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ ട്രൈ ചെയ്യുവാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പണ്ട് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് ഡസ്കി സ്കിൻ അല്ലെങ്കിൽ സോ കോൾഡ് നമ്മൾ കറുത്ത ആൾക്കാർക്ക് മേക്കപ്പ് ഇട്ടാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കും, അല്ലെങ്കിൽ ആൾക്കാർ പുട്ടിയിട്ടോ പുട്ടിയടിച്ചോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കും. ഒബ്വിയസ്ലി അങ്ങനത്തെയൊക്കെ ടെൻഷൻസൊക്കെ എനിക്കും നല്ലോണം ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴാണ്, അതായത് ഒരു 3-4-5 വർഷമായിട്ടുള്ളൂ ഞാനിങ്ങനെ കോൺഫിഡൻ്റ്ലി മേക്കപ്പൊക്കെ ഇടാൻ തുടങ്ങിയത്. അതിന് റീസൺ ഇവളാണ് കേട്ടോ, എൻ്റെ അനിയത്തിയാണ്. ഇവളിങ്ങനെ ഉള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് അവൾ പറയും, വേണ്ടി നീ ഇത് ചെയ്യുക അത് ചെയ്യുക എന്നൊക്കെ പറയും. പലപ്പോഴും എൻ്റെ പേജിൽ ചേച്ചി മേക്കപ്പ് ഇടുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ മേക്കപ്പ് ഇടാൻ തുടങ്ങി, ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങി എന്നൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പം എനിക്കും ഐ ടു ഹാവ് അങ്ങനത്തെ ഒരു പീരീഡ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പുറത്ത് വന്നതാണ്. ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണല്ലേ, അത് ഡസ്കി സ്കിന്നായാലും ഫെയർ സ്കിന്നായാലും ഏത് ടൈപ്പ് ഓഫ് സ്കിന്നാണല്ലോ, ഇതൊക്കെ നമ്മളുടെ ഒരു ഉള്ളിലുള്ള ആഗ്രഹമാണ്. പിന്നെ ചിലർ നമ്മൾ ഒന്നും കൂടെ എന്താ പറയണ്ടേ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവേ ഉള്ളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ആൾക്കാരുടെ ഇഷ്ടമല്ല. നമ്മുടെ സ്കിൻ കളറിൽ കോൺഫിഡൻ്റ് അല്ലാത്തത് കൊണ്ടല്ല നമ്മൾ അതിൻ്റെ പുറത്തോട്ട് മേക്കപ്പ് ഇടുന്നത്. മേക്കപ്പ് നമ്മളൊന്ന് എൻഹാൻസ് ചെയ്യുക, ഒന്നും കൂടെ കുറച്ചും കൂടെ നമ്മളെ ബ്യൂട്ടിഫൈ ചെയ്യുക, ആ ഒരു എൻഹാൻസിങ് ആണ്. നമ്മളിപ്പോൾ ഒരു നല്ല ഡ്രസ്സ് ഇടുമ്പം നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടുണ്ടല്ലോ നമ്മൾ പുറത്ത് പോകുന്നത്, അപ്പോൾ നമ്മളെ ഒന്ന് എൻഹാൻസ് ചെയ്യുമല്ലേ. അതുപോലെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഡ്രസ്സിനെയും നമ്മളിടുന്ന ഓർണമെൻറ്റ്സിനെയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അതിനെ വളരെ പോസിറ്റീവ്ലി ഇപ്പോൾ ഞാൻ കാണാൻ തുടങ്ങി. മുമ്പ് ഞാനും ഇവളുടെ അടുത്ത് പറയുന്നത് ലിപ്സ്റ്റിക് ഇടുന്നത് എന്തിനാണ്, വേറെ പണിയില്ല അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരാളായിരുന്നു ഞാനും. പക്ഷെ അതൊക്കെ ഞാൻ മാറി. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേരങ്ങനെ മാറുന്നുണ്ട്, ഒരുപാട് പേർക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നൊക്കെ അറിയുന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ആക്ച്വലി ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ സാരിയുടെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് എൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. ഞാൻ സാരിക്ക് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ്ലി ഭൂമി ബൈ അഹല്യ എന്നൊരു ഫേസ്ബുക്ക് പേജുണ്ട്, ഒരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സാരീസിൻ്റെ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ പോയി ഒന്ന് ഫോളോ ചെയ്യണം. അതിൽ പുതിയ പുതിയ ഓണത്തിൻ്റെയൊക്കെ കിടിലൻ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.